ശത്രുക്കൾ കണ്ടത് മഞ്ഞുമലയുടെ ഒരഗ്രം മാത്രമാണ്. ഇനി അവർ നേരിടാൻ പോകുന്നത് അതിന്റെ അടിത്തട്ടാണ്. യുദ്ധഭൂമിയിൽ മുഴങ്ങിയ ബോംബുകളുടെയും മിസൈലുകളുടെയും ശബ്ദം പതുക്കെ അടങ്ങുമ്പോഴും പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം ഇനി തുറക്കുന്നത് മറ്റൊരു യുദ്ധമുഖമാണ്. അത് ആയുധങ്ങളുടേതല്ല, മറിച്ച് സമ്പദ് വ്യവസ്ഥയുടെ മുഖമാണ്. വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇറാനെ തളർത്താൻ ശ്രമിച്ച ശത്രുക്കൾക്ക് പിന്നാലെ ഉപരോധങ്ങളിലൂടെയും സാമ്പത്തിക സമ്മർദ്ദങ്ങളിലൂടെയും രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അതേസമയം ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ശത്രു രാജ്യങ്ങൾ ഈ യുദ്ധത്തിനായി കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും സന്നാഹങ്ങളും ദൂർത്തടിച്ചപ്പോൾ അതിനെതിരെ വളരെ കുറഞ്ഞ ചെലവിലാണ് തങ്ങൾ പ്രതിരോധം തീർത്തതെന്നും ശത്രുക്കൾ മുടക്കിയ തുകയുടെ 100 മുതൽ മുടക്കിൽ മാത്രമാണ് തങ്ങൾ ഈ പോരാട്ടത്തെ വിജയകരമായി നേരിട്ടതെന്നും ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം അവകാശപ്പെടുന്നു. ഈ അവകാശവാദവും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതായത് ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഞങ്ങളെ തകർക്കാമെന്ന് മോഹിക്കേണ്ട. മിസൈലുകളുടെയും ബോംബുകളുടെയും യുദ്ധം അവസാനിച്ചേക്കാം, എന്നാൽ യഥാർത്ഥ പോരാട്ടം ഇനിയാണ് എന്നാണ് ഇറാൻ നൽകുന്ന പ്രധാന മുന്നറിയിപ്പ്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുസ്തഫ ഇസാദിയാണ് ഈ ശക്തമായ പ്രസ്താവന നടത്തിയത്. മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവേ ശത്രുക്കൾ ആയുധങ്ങൾക്കും യുദ്ധത്തിനുമായി ചെലവഴിച്ച തുകയുടെ വെറും 100 മാത്രമാണ് ഇറാൻ ഉപയോഗിച്ചതെന്നും എന്നിട്ടും യുദ്ധം കൈകാര്യം ചെയ്യാനും എതിരാളികളെ നേരിടാനും രാജ്യത്തിന് കഴിഞ്ഞു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു സൈനിക വിലയിരുത്തൽ മാത്രമല്ല, യുദ്ധത്തിന്റെ ഫലം ഇറാൻ എങ്ങനെ സ്വന്തം ജനതയ്ക്കും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഇസാദിയുടെ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് യുദ്ധത്തെ വെറും മിസൈലുകളുടെയും വിമാനങ്ങളുടെയും ഏറ്റുമുട്ടലായി കാണാതിരിക്കുന്നതാണ്. ഇറാന്റെ രാഷ്ട്രീയ മത സംവിധാനത്തെയും അതിന്റെ ആശയപരമായ അടിത്തറയും സംരക്ഷിക്കാനുള്ള പോരാട്ടമായാണ് അദ്ദേഹം സംഘർഷത്തെ അവതരിപ്പിക്കുന്നത്. വെലായത്ത് ഇ ഫക്കി എന്നറിയപ്പെടുന്ന ഇസ്ലാമിക നിയമജ്ഞരുടെ സംരക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ സംവിധാനം തങ്ങൾക്കുണ്ടായിരുന്ന പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ശക്തനായ എതിരാളിയെ നേരിട്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൽ സൈനിക വിജയം മാത്രമല്ല, ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയും പ്രധാന വിഷയമായി മാറുന്നു. ഇറാനെതിരായ സൈനിക ആക്രമണത്തിന്റെ ലക്ഷ്യം സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല എന്നും ഇസാദി ആരോപിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും രാജ്യത്തിനകത്തെ പ്രതിവിപ്ലവ ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയായിരുന്നു എതിരാളികളുടെ ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും രാജ്യം കൂടുതൽ ശക്തമായി പുറത്തു വന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കണക്കുകളും വിജയം സംബന്ധിച്ച വിലയിരുത്തലുകളും പ്രധാനമായും ഇറാനിയൻ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള അവകാശവാദങ്ങളാണ് എന്നതാണ്. പുറത്തു നിന്നുള്ള സ്വതന്ത്ര വിലയിരുത്തലുകൾ അതേ ചിത്രം മുഴുവൻ പിന്തുണയ്ക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. യുദ്ധത്തിൽ ഇറാന്റെ സായുധ സേന 200-ലധികം ശത്രു വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്നും ഇസാദി അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര സൈനിക സ്വത്തുക്കൾ നശിച്ചു, ഇരുഭാഗത്തിലുമുണ്ടായ സാമ്പത്തികവും മനുഷ്യപരവുമായ നഷ്ടം എത്രയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ വേറെയും പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ പ്രസ്താവനയുടെ യഥാർത്ഥ പ്രാധാന്യം മറ്റൊരിടത്താണ്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇപ്പോൾ സൈനിക യുദ്ധത്തെക്കാൾ വലിയൊരു പോരാട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, സാമ്പത്തിക യുദ്ധം. ഇറാന്റെ 1ാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അരീഫും ഇതേ സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അമേരിക്കയും ഇസ്രായേലും സൈനിക രംഗത്തെ തിരിച്ചടികൾക്ക് സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുകയാണെന്നും ദേശീയ ഐക്യവും ആഭ്യന്തര ഏകോപനവും ഉപയോഗിച്ച് സാമ്പത്തിക യുദ്ധത്തെ നേരിടാൻ കഴിയുമെന്നും അരീഫ് പറഞ്ഞു. കൂടാതെ ദീർഘകാലമായി തുടരുന്ന യുദ്ധ സാഹചര്യങ്ങളും ഉപരോധങ്ങളും ഇറാന്റെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിലക്കയറ്റം, കറൻസിയുടെ മൂല്യത്തിലുണ്ടായ മാറ്റങ്ങൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ സാധാരണ ജനജീവിതത്തെയും വിപണിയെയും ബാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിശകലനങ്ങൾ പ്രകാരം സാമ്പത്തിക സമ്മർദ്ദം തുടർന്നാൽ അത് ആഭ്യന്തര തലത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന വെല്ലുവിളികളും അസന്തോഷ സാധ്യതകളും ഭരണകൂടം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അതിനാൽ 100 ചെലവിൽ യുദ്ധവിജയമെന്ന ഇസാദിയുടെ അവകാശവാദത്തിന് പിന്നിൽ മറ്റൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. ഇസാദിയുടെ പ്രസ്താവനയിലൂടെ ഇറാൻ ജനങ്ങൾക്ക് നൽകുന്ന പ്രധാന സന്ദേശം ഇതാണ്: ഏറ്റവും ശക്തരായ എതിരാളികളെ പോലും കുറഞ്ഞ ചെലവിൽ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ വരാനിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളെയും ഇതേ ആത്മവിശ്വാസത്തോടെ നമുക്ക് അതിജീവിക്കാം. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവരുടെ ശ്രമങ്ങൾ വിജയിക്കില്ലെന്നും യുദ്ധഭൂമിയിൽ എന്ന പോലെ സാമ്പത്തിക രംഗത്തും രാജ്യം ഒറ്റക്കെട്ടായി പൊരുതുമെന്നുമാണ് ഈ വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ ഇസാദിയുടെ മഞ്ഞുമലയുടെ ഒരഗ്രം എന്ന വാക്കുകൾ വെറും യുദ്ധവിജയത്തിന്റെ അവകാശവാദമായി മാത്രം കാണേണ്ടതില്ല. മിസൈലുകളും വിമാനങ്ങളും നാവികസേനയും ഏറ്റുമുട്ടിയ യുദ്ധഭൂമിക്ക് പിന്നിൽ ഇപ്പോൾ കണ്ണിൽപ്പെടാത്ത മറ്റൊരു പോരാട്ടമാണ് രൂപപ്പെടുന്നത്. ഒരു വശത്ത് ഉപരോധങ്ങളുടെ സമ്മർദ്ദം, മറുവശത്ത് അതിനെ അതിജീവിക്കാനുള്ള ഇറാന്റെ തന്ത്രങ്ങൾ.
ഒരു വശത്ത് അമേരിക്കയുടെ സാമ്പത്തിക ശക്തി, മറുവശത്ത് ഹോർമൂസ് മുതൽ എണ്ണ വിപണി വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇറാന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും. ഇനി ചോദ്യം ആരാണ് കൂടുതൽ ശക്തൻ എന്നതല്ല, ആരാണ് കൂടുതൽ കാലം തളരാതെ നിൽക്കുക എന്നതാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയാണോ ആദ്യം മുട്ടുകുത്തുക, അതോ ഉപരോധങ്ങളിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ തന്ത്രമാണോ തിരിച്ചടിക്കുക? അതുമല്ലെങ്കിൽ യുദ്ധത്തിന്റെ അടുത്ത പൊട്ടിത്തെറിക്ക് മുമ്പ് ഇരുപക്ഷത്തെ വീണ്ടും ചർച്ചയുടെ മേശയിലെത്തിക്കാൻ നയതന്ത്രത്തിന് കഴിയുമോ? കാരണം ഈ പോരാട്ടത്തിന്റെ അടുത്ത നീക്കം ഒരുപക്ഷെ ഇറാനും അമേരിക്കയും ആയിരിക്കില്ല തീരുമാനിക്കപ്പെടുക. ലോകത്തിന്റെ എണ്ണ വിപണിയിലും ഹോർമൂസിന്റെ കടലിടുക്കിലും ഇറാനിലെ സാധാരണക്കാരന്റെ ജീവിത ചെലവിലും അമേരിക്കയുടെ രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളിലുമാകും അതിന്റെ യഥാർത്ഥ വിധി എഴുതപ്പെടുക. മിസൈലുകളുടെ തീ അണഞ്ഞേക്കാം, പക്ഷെ അതിന്റെ പുക ഇനിയും മാറിയിട്ടില്ല. മഞ്ഞുമലയുടെ ഒരു അഗ്രം ലോകം കണ്ടു കഴിഞ്ഞു. ഇനി അതിന്റെ അടിത്തട്ടിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കാണാനാണ് ബാക്കി. അതാണ് ഈ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം. അടുത്ത നീക്കം ആരുടേതായിരിക്കും?